ഹായ് ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം 10 മണി ആവാറായി. ഇന്ന് നമുക്കൊരു ഓട്ടോ ഉണ്ട്. ഓട്ടോ ഉള്ളത് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലേക്കാണ് നമുക്കിന്ന് ഓട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്കിന്ന് ഓട്ടോ ഉള്ളത്. അപ്പോൾ നടന്നുക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരിൽ നിന്ന് അമല ഹോസ്പിറ്റൽ വരെ 21 കിലോമീറ്ററാണ് ഉള്ളത്. നമ്മളിന്ന് ഡ്രൈവ് ചെയ്യാൻ പോണത് ഇഗ്നസ് മാനുവലാണ്. അങ്ങനെ വണ്ടിയുടെ ചാവി വാങ്ങി ഞാൻ വണ്ടി കുറച്ച് നേരം സ്റ്റാർട്ടാക്കിയിടാമെന്ന് വിചാരിച്ചു. 2 മിനിറ്റ്. അവരും അത് റെഡി ആയിട്ടില്ല. 2 മിനിറ്റിനുള്ളിൽ റെഡി ആയിട്ട് ഇറങ്ങാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും കുറച്ച് നേരം വണ്ടി സ്റ്റാർട്ടാക്കിയിടാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2018 മോഡൽ വണ്ടിയാണ്. ആകെ 15,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അധികം ഓടാത്തൊരു വണ്ടിയും കൂടിയാണ് നമ്മുടെ ഈ ഇഗ്നസ്. 10:30 കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം അമല എത്തി. ഇപ്പോൾ അമലയിൽ അവരെ ഇറക്കിയിട്ട് ഞാനിപ്പോൾ അമലയുടെ പാർക്കിങ്ങിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമല ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് 400 മീറ്റർ ദൂരത്തിലാണ് പാർക്കിംഗ് ഉള്ളത് കേട്ടോ. വണ്ടി അങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കേട്ടോ. ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ അത്യാവശ്യം വണ്ടികളുണ്ട്. എല്ലാ ഹോസ്പിറ്റലിലെ പാർക്കിങ്ങിലും ഞാൻ പാർക്കിങ്ങിൽ പോയി ഇങ്ങനെ കിടക്കുമ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ ഹോസ്പിറ്റലിലെ പാർക്കിങ്ങിലും അത്യാവശ്യം വണ്ടികളുണ്ട്. ഇവരൊക്കെ ഡോക്ടർമാരെ കാണിക്കാൻ വന്നിട്ടുള്ളതല്ലേന്ന്. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ വന്ന് ചേച്ചി നമുക്ക് 2 മിഠായി തന്നു. നീ വെറുതെ ഇരിക്കേണ്ട, ഈ മിഠായി കഴിച്ചിരിക്കുക, എപ്പോഴേക്കും ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിലൊക്കെ നന്നായി മൂത്ത് തുടങ്ങി. കാറിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ആകെ ചൂടെടുത്ത് വിശർത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് കുറച്ച് നേരം AC കണ്ട് ഓണാക്കിയിട്ടു. ഇപ്പോൾ അടിപൊളിയായിട്ട് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 12:45 ആവാറായപ്പോൾ ആ ചേച്ചി വിളിച്ചു, ഞങ്ങളുടെ കഴിഞ്ഞു, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ അമല ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ അമല ഹോസ്പിറ്റലിൽ എത്തി ഞാൻ. എന്നിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് വരുന്ന വഴിക്ക് കുറച്ച് പെട്രോൾ അടിച്ചിട്ട് നേരെ ഗുരുവായൂർക്ക് വണ്ടി അങ്ങനെ അവരെ വീട്ടിൽ കയറ്റിയിട്ടു. 1:30 ആവാറായി ഇന്നത്തെ ഓട്ടം കഴിയുമ്പോൾ. അങ്ങനെ ഇപ്പോൾ ഓട്ടം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട്. ഇന്നത്തെ എന്തായാലും ചെറിയൊരു ഓട്ടമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇനി അടുത്തൊരു ഓട്ടത്തിൽ കൂടെ കാണാം.